ചോദിച്ചോളൂ, ആരോടാണ് ചോദിക്കാനുള്ളത്? നമ്മൾ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയും അതേപോലെ ആ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയും ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ഇന്ന് യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ 4 വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കാൻ പോവാണ്. പക്ഷേ ഇതിന്റെ സിലബസ് അടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ്. അതേപോലെ നമ്മൾ വയനാട്ടിൽ ഇപ്പം ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ മുറവിളി കൂട്ടുന്നത്. പക്ഷേ ആ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം മഴ പെയ്താൽ എപ്പോൾ റോഡ് പൊട്ടി കുണ്ടും മൂടിയായിട്ട് നമുക്ക് സാധാരണക്കാരന് യാത്ര ചെയ്തുവിടാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? എല്ലാ മഴകൾ കാലങ്ങളായിട്ടുള്ളതല്ലേ. ഇതിനൊക്കെയാണ് നമ്മളെ പാർട്ടികൾ ഉത്തരം പറയുന്നത് പൊതുജനങ്ങളോട്. ആരോടാണ് പൊതുവിലാണ്? അപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ശ്രീ റഹീം ആദ്യം ചുരുക്കി 3 പേരും. അല്ല, ഈ മഴയുടെ സംബന്ധിച്ച് മഴ അതിതീവ്ര മഴ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും സംഭവിക്കുന്നത് ലോകത്തിന് മുമ്പിലുള്ള ചലഞ്ചാണ്. അതിൻ്റെ ഭാഗമായി റോഡിൻ്റെത് മുതൽ വയനാട് ദുരന്തം പോലുള്ള ലാൻഡ് സ്ലൈഡ് വല്ല ദുരന്തങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായി അതെങ്ങനെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്ലർ റഡാറുകളുടെ കാര്യം 2013 ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ വരേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത് ഞാൻ അതിനോട് കണക്ട് ചെയ്ത് ലിജുവിനോട് ഞാനൊന്ന് പറയട്ടെ. ലിജു തുടർച്ചയായി പറയാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ കലാലയങ്ങൾക്കകത്ത് ഒരു അസ്വസ്ഥതയുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്. അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞ പോയിന്റ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശോഭയും സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്, ഈ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിദേശ രാജ്യങ്ങളിലെ കോമ്പറ്റൻസി കിടപ്പിടിപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ കലാലയങ്ങളിൽ പഠിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കലാലയങ്ങളുടെ അക്കാദമിക നിലവാരം മോശമാണെന്നും അവിടുത്തെ അന്തരീക്ഷം മോശമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം പറഞ്ഞതിന് കൂടി മറുപടിയാണ്. സമീപകാലത്ത് വളരെ വ്യാപകമായി കേരള സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റ്, കേരളത്തിൻ്റെ സർവകലാശാലകൾ ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട റാങ്കിങ്ങുകളിൽ 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻനിരയിലേക്ക് കുതിച്ചു പാഞ്ഞിട്ടുണ്ട്. ശരി, ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത 25 വർഷത്തെ കേരളത്തെ സംബന്ധിച്ച് LDF ഗവൺമെന്റിന് ഞങ്ങൾക്കുള്ള കൃത്യമായ കാഴ്ചപ്പാടിൽ ഇതുവരെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ സാർവത്രികമാക്കുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും നമ്മൾ ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് 2016 അവസാനം മുതൽ, ഈ ഗവൺമെന്റ് അവസാനം മുതൽ ഞങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത് പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിൽ നമ്മുടെ കുറവുകൾ പരിഹരിക്കാനും കൂടുതൽ മുന്നേറാനും ലോകോത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനും. അതിലൊരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചോട്ടെ. ഈ അടുത്ത 25 വർഷത്തെയും കാര്യങ്ങൾ കാണുന്നത് ഈ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും തീർച്ചയായും തുടർച്ചയാണ്. 1957 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1956 തൃശ്ശൂരിൽ ചേർന്ന ഞങ്ങളുടെ സമ്മേളനം 57 അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൽ വേറെ ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ കേരളത്തെക്കുറിച്ച് എന്ത് മുന്നോട്ട് വെക്കണമെന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമേ. സമയം തീരാറായെന്ന് നമ്മുടെ മാനേജേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹം തന്നെ ചോദിച്ച ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പെട്ടെന്ന്. ഒന്ന്, ഇപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂതകാലത്തിൽ എന്ത് ചെയ്തു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് റഹീമെ. കഴിഞ്ഞ 8.25 കൊല്ലമായി ഈ വിഷയങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, തൊഴിൽ മേഖലയിലെ പുരോഗതി, സാമ്പത്തിക പ്രതിസന്ധിയുടെ പരിഹാരത്തിന് തനതായ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഉള്ള കാര്യങ്ങൾ, വയോജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് വിജയിച്ചു പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ പോകുന്ന കുട്ടികൾക്ക് അവരുടെ താഴെ പാവപ്പെട്ടവരുടെ മക്കളെ കുറിച്ച് കൂടി ഒരു ചിന്ത മനസ്സിൽ വേണമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കലാലയങ്ങളിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഒരു ABVP-കാരൻ ഗുരുവായൂർ കലാലയത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ABVP-ക്കും അതല്ലെങ്കിൽ KSU-വിനും SFI-ക്കും ഒരുപോലെ കുട്ടികൾക്കിടയിൽ നിന്നുകൊണ്ട് അവന്റെ കുടുംബത്തിനും വീടിനും നാടിനും ഉപകാരിയായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ അതിന് രാഷ്ട്രീയ പാർട്ടി ഭരണകൂടം തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തേക്ക് നമ്മൾ സമയത്തിന് പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ചോദിച്ചോളൂ. റെഡിയാണ്. ഹലോ,